ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. മൂന്നാം ഘട്ട 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ ചോദ്യപേപ്പറും രണ്ടാം ഘട്ടത്തിലെ ചോദ്യപേപ്പറും തമ്മിലുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. നോക്കാം ഒന്നാമത്തെ ചോദ്യം. പൊതു സ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? ആജ്ഞാപിക്കുക അല്ലെങ്കിൽ വി കമാൻഡ് എന്നർത്ഥം വരുന്ന റിട്ടാണ് മാൻഡമസ്. അപ്പൊ നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് മാൻഡമസ് റിട്ടിനെ കുറിച്ചാണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇത് തേർഡ് ഫേസിലെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ. അതുപോലെ സെക്കൻഡ് ഫേസിൽ ഇത് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ് എന്ന്. അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഹേബിയസ് കോർപ്പസ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇത് നമ്മൾ +1 NCERT ടെക്സ്റ്റിലാണ് കേട്ടോ ഈ ഒരു ഭാഗം കൊടുത്തിട്ടുള്ളത്. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. അതിൽ നോക്കിക്കേ, ഇപ്രകാരം കൊടുത്തിട്ടുണ്ട്. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നാണ് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇതിന് കാരണം ഏതെങ്കിലും ഒരു മൗലികാവകാശത്തിന്റെ ലംഘനമുണ്ടായാൽ അത് പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിനായി ഏതൊരു വ്യക്തിക്കും ഹൈക്കോടതിയെയോ സുപ്രീം കോടതിയെയോ സമീപിക്കാനുള്ള അവകാശം ഭരണഘടനാ പരിഹാര മാർഗത്തിലൂടെ ഉറപ്പു നൽകുന്നു. സുപ്രീം കോടതികൾക്കും ഹൈക്കോടതികൾക്കും ഇത്തരം അവകാശങ്ങൾ നടപ്പിലാക്കുന്നതിന് സർക്കാരിന് ഉത്തരവുകളും നിർദ്ദേശങ്ങളും നൽകാൻ കഴിയും. കോടതികൾക്ക് റിട്ടുകൾ എന്ന പേരിൽ നിരവധി പ്രത്യേക ഉത്തരവുകൾ ഇതിനായിട്ട് പുറപ്പെടുവിക്കാനായിട്ട് കഴിയും. കോടതികൾ പുറപ്പെടുവിക്കുന്നത് റിട്ടുകളാണ്. എത്ര തരം റിട്ടുകളുണ്ട്? 5 തരമാണ് അല്ലെ. ഓൾറെഡി നമ്മളോട് ഹേബിയസ് കോർപ്പസും മാൻഡമസും പരീക്ഷയിൽ ചോദിച്ചു കഴിഞ്ഞു. ആദ്യം നമുക്കത് നോക്കാം, അതിനുശേഷം ബാക്കിയുള്ള 3 നോക്കാം കേട്ടോ. ഒന്നാമത് ഹേബിയസ് കോർപ്പസ്. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ കോടതിക്ക് മുൻപാകെ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ കോടതിക്ക് മുൻപാകെ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നു. ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനുണ്ടായ കാരണങ്ങളോ അതിൻ്റെ രീതിയോ നിയമാനുസൃതമോ തൃപ്തികരമോ അല്ലെങ്കിൽ ആ വ്യക്തിയെ സ്വതന്ത്രമാക്കാൻ കോടതിക്ക് ഉത്തരവ് പുറപ്പെടുവിക്കാവുന്നതാണ്. അതാണ് ഹേബിയസ് കോർപ്പസ്. ഇനി മാൻഡമസ്. ഒരു ഉദ്യോഗസ്ഥൻ തന്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാതിരിക്കുന്നത് മൂലം മറ്റൊരു വ്യക്തിയുടെ അവകാശം ഹനിക്കപ്പെടുന്നതായി കോടതി കണ്ടെത്തുമ്പോൾ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ് എന്നത്. ഒരു ഉദ്യോഗസ്ഥൻ തന്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാതിരിക്കുന്നത് മൂലം മറ്റൊരു വ്യക്തിയുടെ അവകാശം ഹനിക്കപ്പെടുന്നതായി കോടതി കണ്ടെത്തുമ്പോൾ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ് റിട്ട്. അടുത്തത് പ്രൊഹിബിഷൻ ആണ്. പ്രൊഹിബിഷൻ. തങ്ങളുടെ അധികാര പരിധിയിൽ വരാത്ത ഒരു കേസ് കീഴ്ക്കോടതികൾ പരിഗണിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള മേൽക്കോടതിയുടെ, അതായത് സുപ്രീം കോടതിയുടെയോ ഹൈക്കോടതിയുടെയോ ഉത്തരവുകളെയാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. തങ്ങളുടെ അധികാര പരിധിയിൽ വരാത്തൊരു കേസ് കീഴ്ക്കോടതികൾ പരിഗണിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള മേൽക്കോടതികളുടെ ഉത്തരവിനെയാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. ക്വോ വാറന്റോ നോക്കാം. ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നതായി കോടതി കണ്ടെത്തുകയാണെങ്കിൽ അദ്ദേഹത്തെ അതിൽ നിന്ന് തടഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് എന്ത്? ക്വോ വാറന്റോ. ഓക്കെ. ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നതായി കോടതി കണ്ടെത്തുകയാണെങ്കിൽ അദ്ദേഹത്തിനെ അതിൽ നിന്ന് തടഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ക്വോ വാറന്റോ. സെർഷ്യറി എന്താണ്? ഒരു കീഴ്ക്കോടതിയിലെയോ മറ്റ് അധികാര സ്ഥാനത്തിന്റെയോ മുൻപാകെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസ് മേൽക്കോടതിയിലേക്കോ അല്ലെങ്കിൽ ഉന്നത അധികാര സ്ഥാനത്തിലേക്കോ കൈമാറ്റം ചെയ്യുന്നതിനുള്ള ഉത്തരവാണ് ഈ ഒരു സെറിഷ്വറി എന്ന റിട്ട്. ഓക്കെ. ഒരു കീഴ്ക്കോടതിയിലെയോ മറ്റ് അധികാര സ്ഥാപനത്തിന്റെയോ മുൻപാകെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസ് മേൽക്കോടതിയിലേക്കോ അല്ലെങ്കിൽ ഉന്നത അധികാര സ്ഥാനത്തിലേക്കോ കൈമാറ്റം ചെയ്യുന്നതിനുള്ള റിട്ടാണ് സെറിഷ്വറി. ഓക്കെ. അപ്പോൾ 5 റിട്ടുകളും ക്ലിയർ ആണല്ലോ. ഓൾറെഡി ചോദിച്ചത് കൊണ്ട് തന്നെ ഇനിയും റിപ്പീറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നമ്മളിത് പഠിച്ചിരിക്കുക കേട്ടോ. അടുത്ത ചോദ്യം നോക്കിക്കേ. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് അബ്ദുൽ കലാം ആസാദ് ആണ്. മൗലാന അബ്ദുൽ കലാം ആസാദ്. ഒന്നാം ഘട്ടത്തിലെ ചോദ്യത്തിൽ നമ്മൾ മൗലാന അബ്ദുൽ കലാം ആസാദുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കണ്ടിട്ടുണ്ടായിരുന്നു. നവംബർ 11 ആരുടെ ജന്മദിനമാണ്?
ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്ന നവംബർ 11 മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ് എന്ന് നമ്മൾ ഒന്നാം ഘട്ട ചോദ്യത്തിന്റെ റിലേറ്റഡ് ഫാക്ട്സ് ചെയ്തപ്പോഴും SCRT ടെക്സ്റ്റ് പഠിച്ച സമയത്തും പഠിച്ചതാണ്. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യ വിൻസ് ഫ്രീഡം എന്നത് മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ പുസ്തകമാണ് എന്ന്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ വിദ്യാഭ്യാസ നയം രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹം സുപ്രധാന പങ്കുവഹിച്ചു. അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. അദ്ദേഹം രചിച്ച ശ്രദ്ധേയമായ ഗ്രന്ഥമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്നത്. അതേ ടെക്സ്റ്റിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു ബോക്സും വന്നിട്ടുള്ളത്. ചേറ്റൂർ ശങ്കരൻ നായർ അല്ലെങ്കിൽ സി ശങ്കരൻ നായർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലിരിക്കുന്ന ഒരേ ഒരു മലയാളിയാണ് പാലക്കാട്ടുകാരനായ ചേറ്റൂർ ശങ്കരൻ നായർ. 1897 അമരാവതി സമ്മേളനത്തിലാണ് അദ്ദേഹം പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് അദ്ദേഹം വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽമാരിലുള്ള അംഗത്വം രാജിവെച്ചു. ഗാന്ധിയൻ സമരമാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച അദ്ദേഹം ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചു. ഓക്കെ ആണോ? ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? സി ശങ്കരൻ നായർ ആണ്. മൂന്നാം ഘട്ടത്തിൽ കണ്ടോ ചോദ്യം വന്നേക്കുന്നത് ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ചേറ്റൂർ ശങ്കരൻ നായർ. അതേ ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിട്ടുള്ള മറ്റൊരു ഭാഗമാണിത്. ഇതിനു മുന്നേ PSC ചോദിച്ചിട്ടുണ്ട്, നമ്മൾ പഠിച്ചിരിക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് ഇതിവിടെ മെൻഷൻ ചെയ്യാണ്. VP മേനോൻ 1894 പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് ജനിച്ചു. 1894 പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് ജനിച്ചു VP മേനോൻ. സ്കൂൾ ജീവിതത്തിനു ശേഷം വിവിധ മേഖലകളിൽ ജോലി നോക്കി. പിന്നീട് ഡൽഹി സെക്രട്ടേറിയറ്റിൽ ഒരു ക്ലർക്കായി ജോലി നേടി. ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യമുണ്ടായിരുന്നതിനാൽ അദ്ദേഹത്തെ ഗവൺമെന്റ് നിരവധി ചുമതലകൾ ഏൽപ്പിച്ചു. സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കുവഹിച്ചു. 1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു. 1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവാണ്. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. ഓൾറെഡി PSC ഇദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് VP മേനോൻ. മനസ്സിലാക്കിയിരിക്കുക. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവ് VP മേനോൻ ആണ്. അടുത്ത ചോദ്യം നോക്കാം. ചുവടെ പറയുന്നവയിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ KB മേനോൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഡോക്ടർ KB മേനോൻ കീഴരിയൂർ ബോംബ് കേസിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ്. രണ്ടാം ഘട്ടത്തിലെ ചോദ്യമാണിത്. മൂന്നാം ഘട്ടത്തില് നോക്കിക്കേ, ബാരിസ്റ്റർ GP പിള്ള താഴെ പറയുന്നതിൽ ഏത് സംഭവവുമായി ബന്ധപ്പെട്ട നേതാവാണ്? ബാരിസ്റ്റർ GP പിള്ള. ഓപ്ഷൻ D ആണ് ഇവിടെ ആൻസർ. മലയാളി മെമ്മോറിയൽ ആണ്. മലയാളി മെമ്മോറിയൽ, ഈഴവം മെമ്മോറിയൽ അല്ല, തെറ്റിപ്പോവരുത് കേട്ടോ. മലയാളി മെമ്മോറിയൽ ആണ്. SCRT ടെക്സ്റ്റിൽ നോക്കുമ്പോൾ കേരളം ആധുനികതയിലേക്ക് എന്ന 10th സ്റ്റാൻഡേർഡിലെ സാമൂഹ്യശാസ്ത്രം 1 പാഠത്തിലാണ് ഈ ഒരു ഭാഗം പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കേ, ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ ഭരണപരമായി ഏകീകരിക്കപ്പെടാതിരുന്നതിനാൽ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിന് ഒരു ഏകീകൃത രൂപം കൈവന്നിരുന്നില്ല. മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയപ്പോൾ കൊച്ചിയിലും തിരുവിതാംകൂറിലും റെസിഡന്റുമാരിലൂടെ പരോക്ഷമായാണ് ഭരണം നടത്തിയിരുന്നത്. അതിനാൽ മലബാറിലെ പോലെ രാഷ്ട്രീയ സമരങ്ങൾ കൊച്ചിയിലും തിരുവിതാംകൂറിലും ശക്തമായിരുന്നില്ല. നോക്കാം, ഒന്നാം ലോകയുദ്ധ കാലഘട്ടത്തിലാണ് മലബാർ പ്രദേശത്ത് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവമായത്. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ സമ്മേളനം 1916 ആനി ബസന്റിന്റെ അധ്യക്ഷതയിൽ പാലക്കാട് വെച്ച് നടന്നു. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം 1916 ആനി ബസന്റിന്റെ അധ്യക്ഷതയിൽ പാലക്കാട് വെച്ച് നടന്നു. KP കേശവ മേനോൻ, KP രാമൻ മേനോൻ, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്, K മാധവൻ നായർ, E മൊയ്തു മൗലവി, MP നാരായണ മേനോൻ എന്നിവരായിരുന്നു ഇക്കാലത്ത് കോൺഗ്രസ് പ്രവർത്തനങ്ങൾക്ക് മലബാറിൽ നേതൃത്വം നൽകിയത്. 1920 മഞ്ചേരിയിൽ നടന്ന അവസാനത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഭരണപരിഷ്കരണം, കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തു.
1920 ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും കോഴിക്കോട്ടെത്തി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. 1920 ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും കോഴിക്കോട്ടെത്തി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി പ്രസിഡന്റായും മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് സെക്രട്ടറിയായും ഖിലാഫത്ത് കമ്മിറ്റി രൂപീകരിച്ചു. കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി പ്രസിഡന്റായും മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് സെക്രട്ടറിയായും ഖിലാഫത്ത് കമ്മിറ്റി രൂപീകരിച്ചു. ഖിലാഫത്ത് പ്രസ്ഥാനം മലബാറിൽ ശക്തിപ്പെട്ടു. അതേ തുടർന്ന് മലബാറിൽ പലയിടത്തും ബ്രിട്ടീഷുകാരുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലായി മലബാറിലെ കർഷകരായ മാപ്പിളമാർ ശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി. ഈ സമരങ്ങളെ പൊതുവെ മലബാർ കലാപം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. മലബാർ കലാപം 1930കളിൽ നിയമലംഘന പ്രസ്ഥാനം മലബാറിൽ ശക്തമായി. 1930കളിൽ നിയമലംഘന പ്രസ്ഥാനം മലബാറിൽ ശക്തമായി. കെ കേളപ്പന്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിലും മുഹമ്മദ് അബ്ദുറഹിമാന്റെ നേതൃത്വത്തിൽ കോഴിക്കോടും ഉപ്പുണ്ടാക്കി. ഉപ്പുനിയമം ലംഘിച്ച സത്യാഗ്രഹികളെ ബ്രിട്ടീഷ് പട്ടാളം ക്രൂരമായി മർദ്ദിക്കുകയും സമരക്കാരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. വിദേശ വസ്തു ബഹിഷ്കരണവും മദ്യശാപ്പ് പിക്കറ്റിങ്ങുകളും ഖാദി പ്രചരണവും നിയമലംഘനത്തിന്റെ ഭാഗമായി നടന്നു. 1934 ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം പിൻവലിച്ചതിൽ പ്രതിഷേധിച്ച് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരിൽ ഒരു വിഭാഗം സോഷ്യലിസ്റ്റ് പാർട്ടിക്കാരായി മാറി. 1939 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി രൂപപ്പെട്ടു. 1939 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി രൂപപ്പെട്ടു. EMS, AK ഗോപാലൻ, P കൃഷ്ണപിള്ള എന്നിവരായിരുന്നു പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ. EMS, AK ഗോപാലൻ, P കൃഷ്ണപിള്ള. അവർ കർഷകരെയും തൊഴിലാളികളെയും സംഘടിപ്പിച്ച് ജന്മിത്വത്തിനും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനുമെതിരെ സമരസജ്ജരാക്കി. കയ്യൂർ, മൊറാഴ, കരിവെള്ളൂർ എന്നിവിടങ്ങളിൽ കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ സമരങ്ങൾ നടന്നു. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സർക്കാർ കെട്ടിടങ്ങൾ നശിപ്പിക്കുക, പാലങ്ങൾ തകർക്കുക, ടെലിഗ്രാഫ് കമ്പികൾ മുറിച്ചിടുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ മലബാറിലുണ്ടായി. ഇതിൽ പ്രധാനപ്പെട്ടതാണ് കീഴരിയൂർ ബോംബ് കേസ്. ഫറോക്ക് പാലം തകർക്കാൻ KB മേനോൻ, കുഞ്ഞിരാമ കിടാവ് എന്നിവരുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടന്നു എന്നാരോപിച്ച് 27 പേര് ചേർത്ത് കേസ് ഫയൽ ചെയ്തു. അപ്പൊ ഇത്രയും ഓക്കെ ആണോ? ഒരുപാട് പോയിന്റ്സ് നമ്മൾ പറഞ്ഞു. ബാക്കി കൂടി നോക്കാം. കീഴരിയൂർ ബോംബ് കേസ്, KB മേനോൻ ഓക്കെ ആണല്ലോ. കുഞ്ഞിരാമക്കിടാവ് എന്ന പേരുകൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് അതേ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. ബാക്കി വായിക്കാം. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭത്തിന്റെ ആരംഭം കുറിക്കുന്നത് 1891 മലയാളി മെമ്മോറിയലോടുകൂടിയാണ്. മലയാളി മെമ്മോറിയൽ. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭത്തിന്റെ ആരംഭം 1891 മലയാളി മെമ്മോറിയലോടുകൂടിയാണ്. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിൽ 10,000-ലധികം പേർ ഒപ്പിട്ട മെമ്മോറാണ്ടം മഹാരാജാവിന് സമർപ്പിച്ചു. ഇത് മലയാളി മെമ്മോറിയൽ എന്ന് അറിയപ്പെട്ടു. 1896 ഡോക്ടർ പൽപ്പു ഈഴവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഈഴവ മെമ്മോറിയലും മഹാരാജാവിന് സമർപ്പിച്ചു. 2 പോയിന്റ്സ് കിട്ടിയോ? ഇത് കണ്ടോ, മലയാളി മെമ്മോറിയലും കൊടുത്തിട്ടുണ്ട്, ഈഴവ മെമ്മോറിയലും കൊടുത്തിട്ടുണ്ട്. ചോദ്യപേപ്പറിൽ മാറിപ്പോരുതെന്ന് പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. 1891 മലയാളി മെമ്മോറിയൽ, ബാരിസ്റ്റർ GP പിള്ള. 1896 ഡോക്ടർ പൽപ്പു, ഈഴവ മെമ്മോറിയൽ. ഓക്കെ. തിരുവിതാംകൂർ ദിവാനെ വിമർശിച്ചതിന്റെ പേരിൽ സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായ രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയത് വലിയ രാഷ്ട്രീയ ചലനങ്ങൾ സൃഷ്ടിച്ചു. തിരുവിതാംകൂറിലുടനീളം വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ വളർന്നു വന്നു. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭകളിലും ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്നാവശ്യപ്പെട്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ 1932 നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ചു. നിവർത്തന പ്രക്ഷോഭം ഏതാ വർഷം? 1932. NV ജോസഫ്, PK കുഞ്ഞ്, C കേശവൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഉത്തരവാദ ഭരണത്തിനായുള്ള ഈ സമരം നടന്നത്. ആരൊക്കെയാണ്? NV ജോസഫ്, PK കുഞ്ഞ്, C കേശവൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഉത്തരവാദ ഭരണത്തിനായുള്ള നിവർത്തന പ്രക്ഷോഭം നടന്നത്. 1938 പട്ടം താണുപിള്ള പ്രസിഡന്റായി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ടതോടെ തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവമാകാൻ തുടങ്ങി.
ദിവാൻ സർ CP രാമസ്വാമി അയ്യരുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ 1946 നടന്ന പുന്നപ്ര വയലാർ സമരത്തോടെ തൊഴിലാളികളും രാഷ്ട്രീയ രംഗത്തേക്ക് വന്നു. ഇതിന്റെ കണ്ടിന്യൂഷനായിട്ട് കൊച്ചി കൂടി കൊടുത്തിട്ടുണ്ട്, നോക്കാം. ദിവാനായ ഷൺമുഖം ചെട്ടി വൈദ്യുത വിതരണം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചതിനെതിരെ നടന്ന ഇലക്ട്രിസിറ്റി സമരത്തോടെയാണ് കൊച്ചിയിൽ ഉത്തരവാദ ഭരണത്തിനായുള്ള പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുന്നത്. ദിവാനായ ഷൺമുഖം ചെട്ടി വൈദ്യുത വിതരണം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചതിനെതിരെ നടന്ന ഇലക്ട്രിസിറ്റി സമരം 1936 കൊച്ചിയിൽ ഉത്തരവാദ ഭരണത്തിനായുള്ള പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുന്നു. എന്നാൽ തിരുവിതാംകൂറിലെ പോലെ കൊച്ചിയിൽ പ്രക്ഷോഭങ്ങൾ ശക്തമായിരുന്നില്ല. 1941 എസ് നീലകണ്ഠ അയ്യർ, വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ എന്നിവരുടെ നേതൃത്വത്തിൽ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകൃതമായ ശേഷം രാഷ്ട്രീയ സമരങ്ങൾ ശക്തിപ്പെട്ടു വന്നു. ഇക്കണ്ട വാര്യർ, പനമ്പള്ളി ഗോവിന്ദമേനോൻ, കെ അയ്യപ്പൻ തുടങ്ങിയവരായിരുന്നു കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അപ്പൊ ഇതാ ഇവിടെ നോക്കിക്കേ, തേർഡ് ഫേസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ നേതാക്കളിൽ പെടാത്തത് ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. കണ്ടോ, അതേ ചാപ്റ്ററിൽ നിന്ന് തന്നെ കണ്ടിന്യൂഷൻ ആയി വന്ന ഭാഗത്തു നിന്ന് നമുക്ക് പിന്നീടും ചോദ്യം കിട്ടി. ഓപ്ഷൻ സി ആരാണ്? ഷൺമുഖം ചെട്ടിയാണ്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ നേതാക്കളിൽ പെടാത്തത് ആര് എന്ന് ചോദിച്ചു. അപ്പൊ ആ ഒരു ഭാഗത്തു നിന്ന് തന്നെ നമുക്ക് 2 ചോദ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അടുത്തത് നോക്കാം. 3-ാം ഘട്ടത്തിലെ തന്നെ മറ്റൊരു ചോദ്യമാണ് നമ്മൾ ഇനി നോക്കുന്നത്. കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്ന സ്ഥലം ഏതാണ് എന്ന് 3-ാം ഘട്ടത്തിലെ ചോദ്യത്തിൽ ചോദിച്ചിട്ടുണ്ട്. ഈ ചോദ്യത്തിന് ഉത്തരം നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത അതേ ഭാഗത്തിന്റെ കണ്ടിന്യൂഷനിൽ ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദേശീയ പ്രസ്ഥാനവും സ്ത്രീകളും. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസംഗത്തിന്റെ ഭാഗം ദേശീയ പ്രസ്ഥാനവും സ്ത്രീകളും കേരളമൊട്ടാകെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും അവരുടെ രാഷ്ട്രീയ ബോധം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. വിദേശ വസ്ത്ര ബഹിഷ്കരണം, മദ്യഷാപ്പ് പിക്കറ്റിംഗ്, ഐത്തോച്ചാടനം, ഹരിജനോദ്ധാരണം, ഖാദി പ്രചരണം എന്നിവ സ്ത്രീകളും സ്ത്രീകളും കേരളമൊട്ടാകെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും അവരുടെ രാഷ്ട്രീയ ബോധം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. വിദേശ വസ്ത്ര ബഹിഷ്കരണം, മദ്യഷാപ്പ് പിക്കറ്റിംഗ്, ഐത്തോച്ചാടനം, ഹരിജനോദ്ധാരണം, ഖാദി പ്രചരണം എന്നിവ സ്ത്രീ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. 1931 കോൺഗ്രസിന്റെ വടകര സമ്മേളനത്തിന്റെ ഭാഗമായി മഹിളാ സമ്മേളനം ചേർന്നു. കണ്ടോ, വടകര ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. വടകര സമ്മേളനത്തിന്റെ ഭാഗമായി മഹിളാ സമ്മേളനം ചേർന്നു. അത് കേരളത്തിലെ ആദ്യ മഹിളാ സമ്മേളനമായാണ് അറിയപ്പെടുന്നത്. മലബാറിൽ AV കുട്ടിമാളുവമ്മയും തിരുവിതാംകൂറിൽ അക്കാമ്മ ചെറിയാൻ, ആനി മസ്കറിൻ തുടങ്ങിയവരും ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകി. മലബാറിൽ AV കുട്ടിമാളുവമ്മയും തിരുവിതാംകൂറിൽ അക്കാമ്മ ചെറിയാൻ, ആനി മസ്കറിൻ തുടങ്ങിയവരും ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകി. അപ്പൊ ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? നോക്കിക്കേ, കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്ന സ്ഥലം വടകരയാണ്. അപ്പൊ ആ ഒരൊറ്റ ചാപ്റ്ററിൽ നിന്ന് തന്നെ എത്ര ചോദ്യങ്ങൾ കിട്ടി? അടുത്തത് വളരെ എളുപ്പത്തിൽ ചോദിച്ചിട്ടുണ്ട് 2-ാം ഘട്ടത്തിൽ. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? ചുവടെ തന്നിട്ടുള്ളതിൽ കേരളത്തിൽ ഒഴുകുന്നതിൽ കിഴക്കോട്ടുള്ള നദിയാണ് കബനി, ഭവാനി, പാമ്പാർ എന്നീ 3 നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അതേപോലെ തന്നെ 3-ാം ഘട്ടത്തിൽ ചോദിച്ചു കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം. കേരളത്തിലെ ഏത് നദിയാണ് കിഴക്കോട്ടൊഴുകുന്നത് എന്ന് 2-ാം ഘട്ടത്തിൽ ചോദിച്ചപ്പോൾ കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണെന്ന് 3-ാം ഘട്ടത്തിലും ചോദിച്ചു. 3 എന്നതാണ് ആൻസർ, നമുക്കറിയാവുന്നതാണ് അല്ലെ. അപ്പൊ അതും റിലേറ്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം നോക്കാം. 2-ാം ഘട്ടത്തിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏത് എന്ന്. ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. 3-ാം ഘട്ടത്തിൽ മറ്റൊരു തരത്തിൽ ചോദിച്ചു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ആര് എന്ന്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇപ്പോൾ ഇത് രണ്ടും തന്നെ ഒരേ ഭാഗത്ത് ഒരേ ടെക്സ്റ്റിൽ കൃത്യമായി കൊടുത്തിട്ടുള്ള കാര്യമാണെന്ന്. നമുക്കത് നോക്കാം. SATയിൽ ഇതാ ഇപ്രകാരമാണ് കൊടുത്തിട്ടുള്ളത്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ രൂപീകരണം. ഒരു നാട്ടുരാജ്യത്ത് തന്നെ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവരുണ്ടായിരുന്നു.
അതിനാൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന ആവശ്യം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു വന്നു. 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ തന്നെ ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചിരുന്നു. സ്വാതന്ത്ര്യാനന്തരം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ജനകീയ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായി സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന പോറ്റി ശ്രീരാമലു നിരാഹാര സമരം തുടങ്ങി. 58 ദിവസത്തെ നിരാഹാര സമരത്തെ തുടർന്ന് അദ്ദേഹം മരണമടഞ്ഞു. ഇത് പ്രക്ഷോഭം രൂക്ഷമാക്കി. തുടർന്ന് തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്രാപ്രദേശ് സംസ്ഥാനം 1953 രൂപീകരിച്ചു. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനം വേണമെന്ന ആവശ്യം ഇതിനെ തുടർന്ന് ശക്തമായി. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. ഫസൽ അലിയായിരുന്നു കമ്മീഷന്റെ അധ്യക്ഷൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലിയായിരുന്നു. എൻ കുൻസ്രു, മലയാളിയായ KM പണിക്കർ എന്നിവരായിരുന്നു മറ്റ് അംഗങ്ങൾ. ഈ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 1956 ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസാക്കി. ഇത് പ്രകാരം 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. എന്തൊക്കെ പോയിന്റ് നമ്മൾ പറഞ്ഞു? 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിക്കുന്നത്. അതിനുശേഷം പോറ്റി ശ്രീരാമലുവിന്റെ നിരാഹാര സമരത്തെ തുടർന്ന് ആന്ധ്രാപ്രദേശ് സംസ്ഥാനം 1953 രൂപീകരിച്ചു. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലിയായിരുന്നു. മറ്റ് മെമ്പേഴ്സ് ആരൊക്കെയാണ്? എൻ കുൻസ്രു, മലയാളിയായ KM പണിക്കർ. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആ ഒരു ആൻസർ കിട്ടിയല്ലോ. ഇവിടെ എന്താണ് ആൻസർ വരുന്നത്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ മലയാളിയായിരുന്നത് ആര്? മലയാളി അംഗം ആരായിരുന്നു? KM പണിക്കരാണ്. അതുപോലെ അതുമായി ബന്ധപ്പെട്ട് 3-ാം ഘട്ടത്തിൽ തന്നെ മറ്റൊരു ചോദ്യം തന്നിട്ടുണ്ട്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലിയാണ്. നമ്മളിപ്പോൾ കണ്ടതല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചതാര്? സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചതാര്? 2-ാം ഘട്ടത്തിൽ ചോദിച്ച ചോദ്യമാണ്. 3-ാം ഘട്ടത്തിൽ ചോദിച്ചു EV രാമസ്വാമി നായ്ക്കർ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന്. നമുക്കറിയാലേ 2024 വൈക്കം സത്യാഗ്രഹത്തിന്റെ 100-ാം വാർഷികമാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചോദ്യം, വാർഷികങ്ങൾ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. വാർഷികങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇനിയും പരീക്ഷകളിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ നോക്കാം, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ചത് ആരാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ആരായിരുന്നു? EV രാമസ്വാമി നായ്ക്കരാണ്. 5th സ്റ്റാൻഡേർഡിലെ ടെക്സ്റ്റ് ആണിത്. പെരിയാർ അല്ലെങ്കിൽ EV രാമസ്വാമി നായ്ക്കർ. പെരിയാർ EV രാമസ്വാമി നായ്ക്കർ സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനും ഇന്ത്യയിലെ പ്രധാന ജാതി വിരുദ്ധ സമര നായകരിൽ ഒരാളുമാണ്. സാമൂഹിക പരിഷ്കർത്താവായ ഇദ്ദേഹം ബ്രാഹ്മണാധിപത്യത്തിലൂന്നിയുള്ള സാമൂഹ്യ വിവേചനത്തിനെതിരെ നിലകൊണ്ടു. സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ് പെരിയാർ. അതുപോലെ അടുത്ത ടെക്സ്റ്റില്, ഇത് 10th ടെക്സ്റ്റ് ആണ്. 10th ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, ഇത് കണ്ട, സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ ബ്രാഹ്മണ മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയെയും എതിർത്തു. നമ്മളിത് ഓൾറെഡി പഠിച്ചതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു, വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ചത് EV രാമസ്വാമി നായ്ക്കരാണ്. പെരിയോർ എന്നും വൈക്കം ഹീറോ എന്നും വൈക്കം വീരർ എന്നും പേരിലും അറിയപ്പെടുന്നത് EV രാമസ്വാമി നായ്ക്കരാണ്. പെരിയോർ എന്നും വൈക്കം ഹീറോ എന്നും വൈക്കം വീരർ എന്നും പേരുകളിൽ അറിയപ്പെടുന്നത് EV രാമസ്വാമി നായ്ക്കരാണ്. EV രാമസ്വാമി നായ്ക്കരുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലവും വൈക്കമാണ്. വൈക്കം. EV രാമസ്വാമി നായ്ക്കരുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം വൈക്കമാണ്. EV രാമസ്വാമി നായ്ക്കരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നതും വൈക്കത്താണ്. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് EV രാമസ്വാമി നായ്ക്കരുമാണ്. നമുക്ക് ക്ലിയർ ആയല്ലോ. അടുത്ത ചോദ്യം അനുച്ഛേദങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. 2-ാം ഘട്ടത്തിൽ ഇത് ഇപ്രകാരം ചോദിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സമത്വത്തിനുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കുക എന്നാണ് പറഞ്ഞത്. പ്ലെയിൻ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പാത്രമാണ് കൊടുത്തിട്ടുള്ളത്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏത് അനുച്ഛേദത്തിലാണ് ഉൾപ്പെടുന്നത്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉൾപ്പെടുന്നത് 19 മുതൽ 22 വരെയുള്ള വകുപ്പുകളിലാണ്.
സമത്വത്തിനുള്ള അവകാശം ഉൾപ്പെടുന്നത് 14 മുതൽ 18 വരെയുള്ള വകുപ്പുകളിൽ. മതസ്വാതന്ത്ര്യം ഉൾപ്പെടുന്നു. ഇത് നേരത്തെ ഒന്നാം ഘട്ടത്തിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉൾപ്പെടുന്നത് 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിലാണ്. അതുപോലെ ചൂഷണത്തിനെതിരായുള്ള അവകാശങ്ങൾ ഉൾപ്പെടുന്നത് 23 മുതൽ 24 വരെയുള്ള വകുപ്പുകളിലുമാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22 വരെയുള്ള വകുപ്പുകൾ. സമത്വത്തിനായുള്ള അവകാശം ഉൾപ്പെടുന്നത് 14 മുതൽ 18 വരെയുള്ള വകുപ്പുകൾ. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളും ചൂഷണത്തിനെതിരായുള്ള അവകാശം 23 മുതൽ 24 വരെയുള്ള വകുപ്പുകളുമാണ്. അപ്പൊ ഇവിടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നമ്മൾ കണ്ടതാണ്. ഇനി മൂന്നാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇവിടെ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്, പക്ഷേ എളുപ്പമുള്ളതാണ്. നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച ആർട്ടിക്കിൾ ഏതാണ്? അത് ആർട്ടിക്കിൾ 32 അല്ലെങ്കിൽ വകുപ്പ് 32 ആണ്. അത് നമുക്ക് അറിയാമെങ്കിൽ തന്നെ നോക്കിക്കേ, ഓപ്ഷൻ നോക്കിക്കേ. D3യിലേക്ക് കണക്ട് ചെയ്യുന്ന ആകെ 2 ഓപ്ഷൻസേ ഉള്ളൂ. അപ്പം മറ്റേ 2 ഓപ്ഷൻസും നമുക്ക് കട്ട് ചെയ്ത് കളയാം. അടുത്തത് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. നമ്മൾ എത്രയോ വട്ടം ചോദ്യ പേപ്പറുകളിൽ നിന്ന് തന്നെ പഠിച്ചതാണ്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 21A പരാമർശിക്കുന്നത്. അപ്പോൾ C2 ആയിട്ട് കണക്ട് ചെയ്യുന്നത് ഈ 2 ഓപ്ഷൻസ് അല്ലേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ, അതിൽ A അല്ലേ. അപ്പോൾ മറ്റു രണ്ടും അറിഞ്ഞില്ലെങ്കിലും നമുക്ക് ക്ലിയർ ആയിട്ട് മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സ്പെസിഫിക് ആയി കൊടുത്താലും നമുക്ക് കൃത്യമായിട്ട് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റുമെന്ന് മനസ്സിലായി. നോക്കാം. തൊട്ടുകൂടായ്മ നിർത്തലാക്കുന്നത് ആർട്ടിക്കിൾ 17 പറഞ്ഞിട്ടുള്ളത്. ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം ആർട്ടിക്കിൾ 21 പരാമർശിച്ചിട്ടുണ്ട്. തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ വകുപ്പ് 17, ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം പറഞ്ഞിട്ടുള്ളത് ആർട്ടിക്കിൾ 21. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 21A ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന ഭാഗം പറഞ്ഞിട്ടുള്ളത് വകുപ്പ് 32 കുറിച്ചുമാണ്. ഓക്കെ ആണോ? മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് മറ്റൊരു ചോദ്യം കൂടി മൂന്നാം ഘട്ടത്തിലുണ്ട്. നോക്കിക്കേ. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? എളുപ്പമായിട്ടാണ് തന്നിട്ടുള്ളത്. ഏതാണ്? സ്വകാര്യ സ്വത്തിനുള്ള അവകാശം. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.